കോഴിക്കോട് പാളയത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോരയിൽ കുളിച്ച നിലയിലാണ് മൃതദേഹം. കോഴിക്കോട് പുതിയ കോവിലകം പറമ്പ് നഗറിലെ ബിജു ആണ് മരിച്ചത്. കൊലപാതകമാണെന്നാണ് സംശയം. രാത്രി സാധാരണ കിടന്നുറങ്ങാറുള്ള മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, കേൾക്കുമ്പോൾ തന്നെ ദുരൂഹത തോന്നുന്നു. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പ്രതികരണങ്ങളടക്കം വരുന്നുണ്ടോ? റോഷ്നി, ഏകദേശം ഒരു 3 മണിയോട് കൂടിയിട്ടാണ് ഈ മരണവിവരം ഈ വീട്ടുകാർ അറിയുന്നത്. കാരണം അമ്മ വിളിക്കാൻ പോകുന്ന സമയത്ത്, കാരണം ആള് ഈ പശുവിൻ്റെ പാലൊക്കെ കറക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ രാവിലെ പുലർച്ചയ്ക്ക് ഈ കറക്കാനായിട്ട് വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്ത് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അങ്ങനെ അകത്ത് കയറി നോക്കുന്ന സമയത്താണ് ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തൊട്ടടുത്ത ആളുകളെയും ഒപ്പം തന്നെ പോലീസിനും വിവരം അറിയിക്കുന്നു. പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിലൊരു സംശയമായിട്ട് ഈ കുടുംബം പറയുന്നത്, കാരണം ഈ പ്രദേശത്ത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ലഹരി മാഫിയ തമ്പടിച്ച് നിൽക്കുന്ന ഒരിടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകളാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന സംശയമാണ് പ്രധാനമായിട്ടും ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഇവരുടെ അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാരണം അമ്മയാണ് രാവിലെ ആദ്യം തന്നെ ഈ മോനെ വിളിക്കാൻ പോകുകയും പിന്നീട് ഈ മരണവിവരം അറിയുകയും ചെയ്യുന്നത്. അമ്മ ശരിക്കും എത്ര മണിയോട് കണ്ടത്? എന്തെങ്കിലും സംശയമുണ്ട്? കറക്റ്റ് 3 മണിക്ക് ഞാൻ ഉറക്കം നെട്ടിയിട്ട് ഓനെ പോയി വിളിച്ചതാ. ഞാൻ പിന്നെയും വിളിച്ച എന്നെ മനസ്സുകൊണ്ട് 4 മണിക്ക് വിളിക്കുക. അവൻ പറഞ്ഞു 4 മണിക്ക് വിളിച്ചാൽ മതിയെന്ന്. പക്ഷേ 3 മണിക്ക് വിളിച്ചാലേ 4 മണിയാകുമ്പോൾ ഏകദേശം പണി റെഡി ആവുള്ളൂ. അപ്പം ഞാൻ 3 മണിക്കേ വിളിക്കാൻ പോയപ്പോഴാണ് ഇവൻ്റെ ഒച്ചയൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ഫാമിലേക്ക് പശുവിനെ കുളിപ്പിക്കാൻ ഞങ്ങളതൊക്കെ ചാണൊക്കെ കഴുകി വിട്ടിട്ടാണ് കറക്കാതിരിക്കുക. അതുകൊണ്ടാണോ വിചാരിച്ചിട്ട് നോക്കാൻ പോയപ്പോൾ ഓൻ അവിടെ ഇല്ല. പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ലോക്ക് ഇട്ടിക്കണേ. ഇവ അങ്ങനെ പുറത്ത് പോകുമ്പോഴാണ് ലോക്ക് ഇടുക. പക്ഷേ എന്തോ ഒരു സംശയത്തിന് ഞാൻ ലോക്ക് തുറന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴാണ് ഈ ചോരയെ കുളിച്ചിട്ട് കാണുന്നത് ഞാൻ ഓനെ. അപ്പോഴാണ് ഞാൻ കൈ പിടിച്ച് 2 കൈയും പിടിച്ച് പൊന്തിച്ച് എണീപ്പിക്കാൻ നോക്കുമ്പോൾ എണീക്കുന്നില്ല. അവനെ ഇവിടെയൊക്കെ നെഞ്ഞത്തൊക്കെ ഞാൻ തൊട്ട് നോക്കി, ഒരു ശ്വാസവും ഇല്ല. അങ്ങനെ ഈ ഏട്ടനെ വന്ന് വിളിച്ചതാ, മുരളി ഒന്ന് എണീക്ക്, ബിജു മിണ്ടുന്നില്ല, എണീക്കുന്നില്ല. ശരീരത്തിൽ വെട്ടേറ്റ പാടുണ്ടോ? അതിവിടെ കഴുത്തിൻ്റെ അവിടെ കാണുന്നുണ്ട് ഓന്. ഇവിടെ നിലത്ത് നോക്കിയപ്പോൾ ചോര കളം കെട്ടിയിട്ടുണ്ട്. അവൻ കഴുത്ത് വെച്ചെടുത്ത്. സാധാരണ അവൻ ഞാൻ നീളത്ത് കിടക്കുന്നോ, ഇന്നലെ ഇങ്ങനെയാണ് കിടന്നത്. ഇന്നലെയാണ് അവൻ കിടന്നത്. ചുമരുമ്മൽ തല അടിച്ച ആ പാടുണ്ട്, ചോരേൻ്റെ പാടുണ്ട്. നിലത്ത് ചോരേൻ്റെ ഇതുണ്ട്. കഴുത്തിൻ്റെ അവിടെയൊക്കെ നല്ല ചോരയുണ്ട്. ഇവിടെ ഇങ്ങനെ ചോര തീർച്ചയായും തന്നു നെഞ്ചത്ത്. നമുക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ അങ്ങനെ ഈ ചേച്ചിയൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ലഹരി സംഘത്തിന്റെ? അതാണ് സംശയം. ഇവിടെ ഡെയിലി ലഹരിന്റെ ആൾക്കാർ വരുന്നുണ്ട് മോനെ. അങ്ങനെ വരുമ്പോ ഒക്കെ ഇവൻ ചോദ്യം ചെയ്യുന്നുണ്ട്. പരിചയമില്ലാത്ത ഒരാൾ ഈ വഴിക്ക് പോയാൽ ഇവൻ ചോദ്യം ചെയ്യും. എന്താ നിങ്ങളിവിടെ എന്ത് പറ്റി, എന്തിനാ ഇവിടെ വന്നതെന്നൊക്കെ ഇവൻ ചോദിക്കും. അവിടെ ഇപ്പോൾ തൂപ്പാനിൻ്റെ പോലീസുകാർ ഇന്നലെയും കൂടി ഇവിടെ വന്ന് പോകുന്നുണ്ടായി. അപ്പോൾ പിന്നെ പോലീസുകാരെന്നെ ഇവനെ ഏൽപ്പിച്ചിന്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണം എന്നുള്ള പോലീസുകാരെന്നെ പറഞ്ഞിരിക്കുന്നു. ഇവനെ ഏൽപ്പിച്ചിട്ട് ആയിക്കോട്ടെ സാറേ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവരം അറിയിക്കാമെന്ന്. ഇത് എനിക്ക് സംശയം ഇങ്ങനെ തന്നെയാണ്. ഇത് ഒന്നിക്കെ 12 മണി 1 മണി അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചതാണിത്. ഇവൻ മൊബൈൽ കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ മൂത്രം ഒഴിക്കാൻ പുറത്ത് നിന്നിട്ടുണ്ടാവും. അപ്പോൾ ആരോ പരിചയമില്ലാത്തവർ പോയപ്പോൾ അവൻ ചോദ്യം ചെയ്ത് അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. എന്തിനെന്തോ ഇവൻ തലയടിച്ചു പോയിട്ട് പിന്നെ അവൻ്റെ ആയുധത്തിനുണ്ടോ എന്തോ ചെയ്തു പോയതാണ്. ഇവരുടെ സഹോദരി കൂടി റോഷിനി ഇവിടെ ഉണ്ട്. കാരണം ഈ സംഭവം നടന്ന സമയത്ത് ചേച്ചി ശരിക്കും എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇപ്പം അമ്മ പറഞ്ഞതുപോലെ ഇതൊരാൾ ചെയ്തത് തന്നെയാണ്. അത് 100-110% ഞങ്ങൾക്ക് ഉറപ്പ്. ഒരാൾ ചെയ്യാതെ ഡോറ് പുറത്തുനിന്ന് ഒരാൾക്ക് പൂട്ടിയിട്ടിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റൂല. ആരാ ചെയ്തതെന്ന് മാത്രം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ തന്നാൽ മതി. ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടുത്തെ പാളയത്തുള്ളവരല്ലേ ഈ വെരുത്തുകാർ ചെക്കന്മാര മലപ്പുറം അവിടെ നിന്ന് ഇവിടുന്ന് വണ്ടി എടുത്ത് വന്നിട്ട് ഒരു വണ്ടിയിൽ 3-4 ആൾ വന്നിട്ടുള്ള ചെക്കന്മാരാണ് ഇതിപ്പോൾ ഉള്ളത്. അതിൽ എന്തോ ഇവൻ കണ്ടിട്ടുണ്ടാവും ഈ രാത്രി 1 മണി ആ സമയത്ത്. 1 മണിയാകുമ്പോൾ എല്ലാവരും ഉറക്ക സമയമല്ലേ. 1 മണിക്ക് എന്തോ ഇവൻ കണ്ടിട്ടാവും പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തിട്ടുണ്ടാവും. അതിനായിരിക്കും ദേഷ്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ടാവും. 2 മക്കളാണോ? എനിക്ക് 2 മക്കളാണ്. ഞാനും എൻ്റെ ഏട്ടനും 2 മക്കളാണ്. എൻ്റെ മൂത്തതാണ് ഏട്ടന്. പക്ഷേ ഞാൻ പറയട്ടെ, സ്വയം ഇവന് ഒരാൾക്ക് വിരോധിയല്ല, എല്ലാത്തിനും ഉപകാരമുള്ള ഒരാളാണ് ഓനിങ്ങനെ ഒരു ഗതി വരിക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ഈ പാളയ സിറ്റിയിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തിനും ബിജുവിൻ്റെ വീടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയുന്നവരെ ഈ പാളയത്തിലുള്ളവർ. പാളയത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എല്ലാത്തിനും ഒത്തുതീർപ്പാക്കാൻ വിളിക്കുന്ന ഇവനെയാണ് രാവിലെ. ഇന്ന പാർട്ടിയെന്നില്ല, കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും ഇന്ന BJP ആയാലും ഏത് പാർട്ടിക്കാർക്കും ഇന്ന പാർട്ടി എന്നില്ല. എല്ലാവരും വിളിച്ചാലും എല്ലാവരും കൂടി എല്ലാത്തിനും പോവാം. നിങ്ങൾ ഏത് പാർട്ടിക്കാരും ബിജു ഉണ്ട് എന്നുള്ളൊരു ധൈര്യം എല്ലാവർക്കും ഉണ്ട് ഈ പാളയത്തിലേക്ക്. കണ്ടെത്തണം ഞങ്ങൾക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ വെയിറ്റ്. ഇന്നല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് കണ്ടെത്താതെ ഞങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കില്ല. ഈ ചെയ്തോന് സൂചിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ. എൻ്റെ ഏട്ടൻ ഇങ്ങനെ എൻ്റെ അച്ഛൻ എന്ത് പ്രതീക്ഷയിൽ ജീവിക്കൂ നിങ്ങൾ പറയും?
എന്ത് പ്രതീക്ഷയില്ല എന്നെ ജീവിക്കേണ്ട അച്ഛന്. ഇവനുണ്ടോ ഇനി എൻ്റെ അച്ഛൻ അറിയില്ല ഇവനെന്താ പറ്റിയെന്താ. പനിയായിട്ട് ആശുപത്രിയിൽ നിന്ന് മാത്രമേ എൻ്റെ അച്ഛനെ അറിയുള്ളൂ. എൻ്റെ അച്ഛൻ എന്ത് ധൈര്യത്തിൽ ജീവിക്കും. അന്ന് ആരടാ വെച്ചാൽ ഞാനെന്നാ പറയുന്ന ആൾക്കാർ ഓനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് കണ്ടെത്തണ്ടേ, നിങ്ങൾ പറയും കണ്ടെത്തണ്ടേ ഞങ്ങൾക്ക്. ഒരാളെ വീട്ടിൽ ഓൻ പോയി ചെയ്തതാണെങ്കിൽ ഓൻ്റെ കയ്യിൽ എന്തോ തെറ്റ് പറ്റി. ഇത് ഓൻ ഉള്ളോടത്ത് വന്ന് ചെയ്യണമെങ്കിൽ എത്ര ഇതായിരിക്കും. വിരോധിയാണോ എന്താ ഞങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഓന് വിരോധി എന്ന് പറഞ്ഞിട്ട് ആരുമില്ല. കാരണം എല്ലാവരോടും നെല്ലോം പോലെയാണ് വർത്താനം പറയാനും ഇതോ. എന്നിട്ട് എന്നും എൻ്റെ ഭർത്താവിനെ ഓൻ കുറ്റം പറയും. നിൻ്റെ ഭർത്താവ് ആരോടും മിണ്ടൂല, എന്തേ ആയ ഒരു 10 ആൾ വരണമെങ്കിൽ മിണ്ടണ്ടേന്നൊക്കെ പറഞ്ഞ് എന്നും പറയുമോന്. ഒരാൾക്കാണ് ഇത് പറ്റിയത്. നിങ്ങൾ ഇവിടെ ഞങ്ങളോട് ചോദിക്കണ്ട, 10 ആളോട് നിങ്ങൾ പോയി ചോദിച്ചോളി, സത്യം അറിയാം ഞങ്ങൾക്ക് എന്താന്നുള്ളത്. അതാണ് റോഷ്നി. കാരണം ഇപ്പം ഈ കുടുംബം പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കാരണം ഈ പ്രദേശത്തുള്ള ആരും ആയിരിക്കില്ല, മറിച്ച് പുറത്തു നിന്ന് വന്ന ആരോ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ലഹരി സംഘമൊക്കെ വലിയ രീതിയിൽ ഈ മേഖലയിൽ കമ്പ് ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ്. ഈ വീട്ടിലാണ് അത്തരത്തിൽ ഇന്ന് രാവിലെ പുലർച്ചെ 3 മണിയോടുകൂടി ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഈ വീട്ടിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം തൊട്ടടുത്താണ് ആലയുള്ളത്. അപ്പോൾ ആ ആലയിലേക്ക് പോകാൻ്റെ സൗകര്യത്തിനായി, വീട് തൊട്ടപ്പുറത്തായിട്ടാണ്, അപ്പോൾ ആലയിലേക്ക് പോകാനുള്ള സൗകര്യത്തിനായിട്ട് ഈ വീട്ടിലാണ് കിടക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അമ്മ രാവിലെ വിളിക്കാൻ വരുന്ന സമയത്ത് ചോരയിൽ കുളിച്ച് മകനെ കാണുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ലഹരി സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. പക്ഷേ അത് സംബന്ധിച്ച് നമുക്കൊരു അന്തിമ തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിരീകരണത്തിലേക്കോ വരാൻ സാധിക്കില്ല. പോലീസ് എന്തായാലും ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, ഷഹദ് റഹ്മാനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.